അരുൺകുമാർ, ഇതിലൊരു കൗതുകമുള്ളത് അങ്ങ് നേരത്തെ എണ്ണി പറഞ്ഞ 4 കാര്യങ്ങൾ, അത് മുൻ ദേവസ്വം ബോർഡിനെ നിയമിച്ച സർക്കാരിനും എതിരെ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഇതിനവിടെ അരങ്ങൊരുങ്ങി എന്നുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തിന് കൈ കഴുകി നിൽക്കാൻ കഴിയില്ല. നമ്മൾ തുടക്കം മുതൽ ഈ വിഷയത്തിന്റെ ചർച്ച മുതൽ പറയുന്ന ഒരു കാര്യവുമാണ്. അന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരൊക്കെ പറഞ്ഞത് ബോർഡിലേക്ക് ഇതുവരെ പരാമർശമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്, ബോർഡിലേക്ക് സൂചനകൾ വന്നില്ല എന്നുള്ളത്. പക്ഷേ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലടക്കം പരാമർശങ്ങൾ വരുന്നു. അന്നത്തെ ദേവസ്വം ബോർഡ് തന്നെ പ്രതി ചേർക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പ്രതി ചേർക്കപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, അയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് ഏത് സാധാരണ മനുഷ്യനും മനസ്സിലാകുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു 1-2 വാചകങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഞാനൊരു രാഷ്ട്രീയവും പറയുന്നില്ല, ഞാനൊരു വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നിട്ട് പറഞ്ഞത് മുഴുവൻ പച്ചയായ രാഷ്ട്രീയവും. അവസാനം അദ്ദേഹം പറയാണ്, ഈ പ്രതി കൊടുത്ത കുറ്റസമ്മത മൊഴിയിലടക്കം വന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് 8-10 ദിവസം കഴിയുമ്പോൾ പലരും ഇവിടെ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നത് കാണാം എന്നൊക്കെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഇവിടെ ഈ പ്രതി എന്തു കുറ്റസമ്മതം മൊഴി നടത്തിയാലും ആരൊക്കെ അതിൽ അക്യൂസ് ചെയ്താലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂസലുമില്ല ഇതില്. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരടക്കം പറഞ്ഞത് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ എന്നതാണ്. പിന്നെ അദ്ദേഹം ഒരു കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇവിടെ ഈ CPM പ്രതിനിധിക്ക് എന്താണ് കാര്യം, അതുപോലെ തന്നെ സ്വന്തം നിലയിൽ നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം പ്രഖ്യാപിച്ചോ എന്ന് ചോദിച്ചു. ഇപ്പോഴും CBI എൻക്വയറിക്ക് വേണ്ടി വാദിക്കുന്നവരും നിയമസഭയിൽ 5 ദിവസം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധവും സമരവും അക്രമ സമരവും എല്ലാം കണ്ടത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. കേരളത്തിന്റെ തെരുവീതികളിൽ പല ഘട്ടത്തിലും അവർ ഇതേ ആവശ്യം പറഞ്ഞ് സമരം നടത്തി. എന്നാൽ ഹൈക്കോടതിയിൽ ഈ കേസ് പോസ്റ്റിംഗ് ഇല്ലാത്ത ദിവസം രാവിലെ കോടതിയിൽ മെൻഷൻ ചെയ്ത് ഗവൺമെന്റ് പ്ലീഡറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ് തിരുവിതാംകൂറിന്റെ വിജിലൻസിന്റെ SP ഒരു സീൽഡ് കവറിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാനുണ്ട്. ആ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഈ കേസ് ഇന്ന് പോസ്റ്റിംഗ് ഇല്ലെങ്കിലും പ്രത്യേകം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടു, സീൽഡ് കവറിൽ റിപ്പോർട്ട് കൊടുത്തു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വേണമെന്ന് ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അത് ഹൈക്കോടതി സ്വീകരിച്ചു. ഹൈക്കോടതി ഒരു ടീമിനെ തെരഞ്ഞെടുത്തു. അന്വേഷണം നടക്കുന്നു. ഈ ഘട്ടത്തിലാണ് ചോദിക്കുന്നത്, ഗവൺമെന്റ് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചോ? ഹൈക്കോടതിയുടെ കൃത്യമായി സർവൈലൻസിലുള്ള ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം സമാന്തരമായി ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നു CBI എൻക്വയറി. പിറ്റേ ദിവസം ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം നിയമസഭയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടു, ഇപ്പോൾ നിയമസഭയിൽ തന്നെ CBI എൻക്വയറി പ്രഖ്യാപിക്കണം. അത് കോടതി അലക്ഷ്യ നടപടിയാണ്. ഒരു കോടതി അലക്ഷ്യം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ 5 ദിവസം സമരം നടത്തിയത്. അതിനുശേഷം നിങ്ങളുടെ സമരം എവിടെ പോയി? ഇപ്പൊ നിങ്ങൾ CBI എൻക്വയറി 2 ദിവസമായിട്ട് പറയുന്നില്ല. ആ പന്തല് വരെ പൊളിഞ്ഞു ചാടി ആചാര സംരക്ഷണ യാത്രയൊക്കെ പറഞ്ഞ് ആ പൊളിഞ്ഞ് പാളീസായോട് കൂടി നിങ്ങൾ ഇപ്പൊ അത് പറയുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ലെന്ന് പറഞ്ഞ് ആചാര സംരക്ഷണ യാത്രയിൽ വരെ നിങ്ങൾ പറയുന്നത് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം എന്നാണ് ആദ്യ അവസാനം പ്രസംഗിച്ചത്. അതിന്റെ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ അങ്ങ് ഇട്ടുതരാം. പിന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ പറഞ്ഞു, ഇവിടെ ഇതിൽ ഒറ്റ പ്രതിയെ മാത്രമുള്ളൂ, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പ്രതി. അത് തെറ്റാണ്. ഒറ്റ പ്രതിയല്ല, ഇതിൽ 10ഓളം പ്രതികൾ 2 കേസിലുമുണ്ട്. ഇതിൽ 1-ാം പ്രതി മാത്രമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് നമുക്കറിയാവുന്നതാണല്ലോ, പഴയ ദേവസ്വം ബോർഡ് അടക്കം പ്രതിപട്ടികയിലുള്ളതാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഉദ്ദേശിച്ചത്. സ്ഥിരം പാനലിസ്റ്റ് അല്ലല്ലോ, പറയൂ. അല്ല, അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഉദ്ദേശിച്ച അദ്ദേഹം പറയട്ടെ. കാരണം അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം മാതൃഭൂമിയുടെ ഈ ചർച്ചയിൽ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കും, അതുകൊണ്ട് അതിൽ പല വിവരങ്ങളും വരും. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ 164 ഒന്നുമില്ല. ആ പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അത് സെക്ഷൻ 27 റിക്കവറിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒളിപ്പിച്ച സ്വർണം അല്ലെങ്കിൽ കട്ടെടുത്ത സ്വർണം എവിടെയാണെന്ന് കണ്ടെത്തുന്ന മാർഗമൊക്കെയാണ്. അതുകൊണ്ട് മറ്റു പ്രതികളൊക്കെ അന്വേഷണത്തിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഘട്ടത്തിൽ പലരും പോലീസിന്റെ സർവൈലൻസിലുള്ള ഘട്ടത്തിൽ ഒരാൾ മാത്രം പ്രതി എന്നെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ അന്വേഷണം നടക്കട്ടെ. ഒരാൾക്കും ആരെയും സംരക്ഷിക്കേണ്ടല്ലോ. കാരണം ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എവിടെയൊക്കെയാണ് നമ്മൾ കണ്ടു.
പല നേതാക്കന്മാരുടെ ഒപ്പം. ഞാനിപ്പോ മറ്റു തരത്തിൽ ആരോപിക്കുകയല്ല. ഇപ്പൊ സോണിയാഗാന്ധിയുടെ അടുത്ത് വരെ പോയി പൊതി കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു. എവിടെയാണോ ബന്ധം, ആരായിട്ടാണോ ബന്ധം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ ബന്ധം, ആ ബന്ധം പുറത്തു വരട്ടെ, കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അങ്ങനെ ബന്ധവും കണ്ട ഫോട്ടോകളും പറയാനാണെങ്കിൽ എല്ലാ ചേരികളിൽ നിന്നും പറയേണ്ടി വരും. ബന്ധവും കണ്ട ഫോട്ടോകളുടെയും കാര്യം പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ അവതാരങ്ങളാണല്ലോ, അവർക്ക് സ്വാധീനമുണ്ട് എന്ന് തെളിയിക്കാൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നു എന്ന നിലയ്ക്ക് നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏകപക്ഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ആരോപണമായി മുന്നോട്ട് പോകും. ഞാൻ അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങ് പറഞ്ഞ 4 കാര്യങ്ങളിൽ ആരാണ് പ്രാഥമികമായ ഉത്തരവാദികൾ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ ശ്രീ വി പി ശ്രീപത്മനാഭനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് അവിടുത്തെ ദൃശ്യം കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ വന്നടിക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു അപൂർണതയാണ്, നമ്മൾ കണ്ട് ശീലിച്ച ദൃശ്യങ്ങളിൽ നിന്നുള്ളത്. അത് മാസങ്ങൾ, ഏതാണ്ട് 39 ദിവസം കാണാതെയും തിരിച്ചറിയാതെയും നിന്ന ആളുകൾ. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ സമ്മർദ്ദമടക്കം ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചല്ലേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ സർക്കാരിനോട് അല്ലെങ്കിൽ സംവിധാനത്തോട് ചോദിക്കുന്ന ചോദ്യം ആ സംവിധാനത്തിന്റെ ഭാഗമായ ആളുകൾ തിരിച്ചു ചോദിക്കുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒറ്റ കാര്യം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ മാത്രം അന്വേഷിക്കട്ടെ, പിടിക്കട്ടെ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, ഒരു കൃത്യമായിട്ടൊരു പൂജാ സഹായിയായിട്ട് വന്ന ഒരാൾ എങ്ങനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു, ആരാണ് അദ്ദേഹത്തെ വളർത്തിയത്, ആരാണ് അദ്ദേഹത്തിന് സൗകര്യം കൊടുത്തത്, അതുപോലെ ദേവസ്വത്തിന്റെ ഉത്തരവിൽ പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തരികിട പ്രവർത്തി ചെയ്യാൻ പാകത്തിനുള്ള സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെ, എല്ലാ വിഷയങ്ങളും അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ ശേഷിയുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ഓരോ 10 ദിവസത്തിനുള്ളിലും ഹൈക്കോടതി കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം, ഇത് ഇവിടെ ആരാണ് ഈ മുരാരി ബാബു, ആരാണ് RG രാധാകൃഷ്ണൻ, ആരാണ് S ജയശ്രീ, നമ്മുടെ മുന്നിലുണ്ടല്ലോ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി അടക്കം, തിരുവാഭരണം കമ്മീഷണർ അടക്കം. ഇത് സത്യസന്ധമായി ആ ശബരിമലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഘട്ടത്തിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ കുറ്റകരമായിട്ടുള്ള വീഴ്ച വരുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് എന്താണ് അവര് എനിക്ക് അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുകയാണ്, എന്നോട് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചു ഇത് കൊണ്ടുപോയിക്കോട്ടെ എന്ന്. ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയി പറഞ്ഞു, അതെങ്ങനെ കൊണ്ടുപോകും, അത് ദേവസ്വത്തിന്റെ സ്വത്തായ ഒന്നല്ലേ, അതെങ്ങനെ തിരിച്ചു കൊണ്ടുപോകും, നിങ്ങളുടെ കയ്യിൽ മാത്രമായി ഏൽപ്പിക്കാൻ കഴിയില്ല, അപ്പോൾ ചെലവ് വഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ ചെലവ് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെടുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഡയറക്റ്റാണ് ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നടന്ന കാര്യം, ഇപ്പോൾ ഈ പാളി കൊടുത്തു വിട്ടില്ല എന്നൊരൊറ്റ കാര്യം കൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടുണ്ട്. അന്ന് കൊടുത്തുവിട്ടു എന്നുള്ളത് കൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ആശയവിനിമയം ഉണ്ടായിട്ടില്ല, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് സ്പോണ്ടേനിയസ് ആയിട്ട് അതിൽ എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു താല്പര്യം സ്വാഭാവികമായും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇല്ലാത്തത് എന്ന് അദ്ദേഹം പറയുന്ന, മാത്രമല്ല അതിനകത്ത് വളരെ പെക്യുലറായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, അദ്ദേഹം പറയുന്നത് പണ്ട് നടന്നിട്ടുണ്ടാകും, ഇപ്പോൾ നടക്കില്ല എന്ന്. അതായത് മുൻപ് ഞാനാണ് കൊണ്ടുപോയത് എന്ന് പോറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് പണ്ട് നടന്നിട്ടുണ്ടാകും, ഇപ്പോൾ നടക്കില്ല എന്നാണ്. ഒരേ സംവിധാനത്തിൽ ഒരേ നേതൃത്വം നിൽക്കുന്ന സമയത്ത് ആളുകൾ മാത്രമാണ് മാറുന്നത്, പേരുകൾ മാത്രമാണ് മാറുന്നത്, പോസ്റ്റിൽ മാറ്റമില്ല, അവർ വന്ന വഴിയിൽ മാറ്റമില്ല, സംവിധാനത്തിൽ മാറ്റമില്ല, ഒന്നുമില്ല. പക്ഷെ അപ്പോൾ നടക്കും, ഇപ്പോൾ നടക്കില്ല. ഇപ്പോൾ രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയും, അന്ന് രാഷ്ട്രീയമായി ഇടപെടാൻ കഴിയില്ല. ഇപ്പോഴത്തെ ബോർഡ് അറിയും, അപ്പോഴത്തെ ബോർഡ് അറിയില്ല. എങ്ങനെ സാധിക്കും അരുൺകുമാർ? അത് താങ്കൾ മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡ് 2019 എന്തായിരുന്നു തീരുമാനിച്ചത്? അത് സ്വർണം പൂശിയ പാളിയിൽ തന്നെ ചെറിയ മങ്ങൽ വന്നതുകൊണ്ട് തന്ത്രിയുടെയൊക്കെ നിർദ്ദേശവും ആവശ്യപ്രകാരം വീണ്ടും സ്വർണം പൂശാൻ തന്നെയാണ്. ആ ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴാണ് അതിൽ ചെമ്പുപാളി എന്നാകുന്നത്. അത് ചെമ്പുപാളി ആക്കാൻ, അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം മിനിറ്റ്സിന് വിരുദ്ധമായി ഉത്തരവിൽ മാറ്റം വരുന്നു. അതേപോലെ തന്നെ പ്രൈമൈസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ കൊണ്ടുപോകുന്ന സാഹചര്യം. അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ കുറ്റകരമായിട്ടുള്ള വീഴ്ച വന്നു. ആ വീഴ്ച അന്വേഷിക്കട്ടെ. അവരെത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ, ദേവസ്വം ബോർഡ് അംഗങ്ങളാണോ, അതിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണോ, ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഹൈക്കോടതിയുടെ അവസാന ഉത്തരവിന്റെ 17th പാരഗ്രാഫ് പറയുന്നത് പോലെ നമ്മൾ സമാന്തര അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല. ആ അന്വേഷണത്തിന് കൃത്യമായിട്ടുള്ള ഏജൻസി ഉണ്ട്. അവർ കൃത്യമായി സത്യം കണ്ടെത്തി 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ കാര്യം,
ഇത് നടക്കട്ടെ, ഇത് ഏതറ്റം വരെ പൊക്കോട്ടെ എന്ന് ഒരാളെ സംരക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒരു നയാ പൈസ അവിടെ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും മാതൃകയായിട്ട് ശിക്ഷിക്കട്ടെ. അത് പറയുമ്പോൾ ആ ബോർഡിനാണോ കുഴപ്പം, ഈ ബോർഡിനാണോ കുഴപ്പം, അതും അന്വേഷിക്കട്ടെ. നിലവിലുള്ള ബോർഡാണോ പഴയ ബോർഡാണോ, ഇതിലൊന്നും ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല, അതിന്റെ പുറകെ പോകുന്നില്ല. സത്യം കണ്ടെത്താൻ ഈ ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കും. ആ പിന്തുണ കൊടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഭേദമില്ലാതെ അന്വേഷണം നടന്നോട്ടെ. അത് തന്നെയാണ് ഹൈക്കോടതിക്ക് ഉള്ളിലും വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണമായ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തുള്ളതും ഒന്നും മറക്കേണ്ടതില്ല. അങ്ങനെ നടക്കുമ്പോഴാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ കോൺഗ്രസും BJP-യും അതിൽ ഇടപെട്ട് ഈ അന്വേഷണം വേണ്ട, CBI അന്വേഷണം മതി എന്ന് പറയുന്നത്. ഇപ്പൊ BJP നേതാവ് വീണ്ടും പറയല്ലേ CBI അന്വേഷണം മതി, അതായത് ഈ ഹൈക്കോടതിയെ വിശ്വാസമില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസമില്ല എന്ന് പറയുന്നത് അവർക്കാണ് എന്തൊക്കെയോ മറക്കാനുള്ളത്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറക്കാനില്ല. ഞങ്ങൾക്ക് ഹൈക്കോടതിയിലാണ് വിശ്വാസം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലാണ് വിശ്വാസം.